അപ്പോൾ ആരംഭം തന്നെ നമുക്ക് ഐസ്ക്രീമിന് തന്നെ തുടങ്ങാം അല്ലേ. ഈ വേനൽ സമയത്ത് അത് തന്നെ എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിങ്ങനെ ഐസ്ക്രീം ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഞങ്ങളെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം എല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഐഡിയ, എന്തുകൊണ്ട് നമുക്ക് ബീച്ചിൽ പോയിക്കൂടാ. അങ്ങനെ ഞങ്ങൾ പോയത് ജീപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജീപ്പ് എടുത്ത് നേരെ ലൂംബർ ബീച്ചിലോട്ട് വിട്ടു. ലൂംബർ ബീച്ച് വരുന്നത് കന്യാകുമാരി മണവളക്കുറിച്ചി ആ ഭാഗത്താണ് വരുന്നത്. എനിക്ക് എക്സാക്റ്റ് സ്ഥലം അങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ലൂംബർ ബീച്ചിലോട്ട് ഇതാ പോകുമ്പോൾ തന്നെ കാർ പാർക്കിങ്ങിൻ്റെ ആ ഭാഗത്തുള്ള സംഭവമാണ് ഞാൻ ഇത് കാണിക്കുന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട് വൃത്തികേടായിരുന്നു. രണ്ട് ഭാഗത്തും ഇതുപോലെ വെള്ളങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചകിരിയൊക്കെ ഇതിൽ മുക്കിയിട്ട് കയറെന്തോ ഉണ്ടാക്കുന്ന സംഭവമാണെന്ന്. എനിക്ക് എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. ഞാൻ നേരെ നമ്മുടെ ഇച്ചിരി നടക്കണം കേട്ടോ, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ റോഡിലൂടെ നടക്കണം. അപ്പോൾ രണ്ട് സൈഡും ഒരുമാതിരി പാർക്ക് പോലെ സംഭവങ്ങളൊക്കെ, പാർക്കല്ല, കാണാനുള്ള എന്തോ കാഴ്ചകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അധികം അങ്ങനെ നോക്കിയില്ല. നേരെ ഞാൻ ബീച്ചിലോട്ട് പോകേണ്ട തിരക്കിലായി. അങ്ങനെ നമ്മുടെ ലൂംബർ ബീച്ചെത്തി. ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഈ വെള്ളം തന്നെയാണ്. നല്ല കളറാണ് കാണാൻ, എന്ന് വെച്ചാൽ ഡാർക്ക് ബ്ലൂവും ഒരു സ്കൈ ബ്ലൂവും സംതിങ് മിക്സ് ചെയ്തുള്ള കളറ്. അപ്പോൾ എന്തായിരുന്നാലും അതിൻ്റെ അടുത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി. ഇവിടെ മോസ്റ്റ്ലി നടക്കുന്ന ഒരു കാര്യമാണ് സേവ് ദ ഡേറ്റ്. അതിൻ്റെ ഫോട്ടോഷൂട്ട്, അതുപോലെ ഒരു ഷൂട്ടൊക്കെ ഒത്തിരി നടക്കും. കാരണം സ്പെഷ്യാലിറ്റി വേറെ ഒന്നുമില്ല, ഈ ബീച്ചിലുള്ള തിരമാല ചെറുതായിട്ടേ അടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിലുള്ള കളറ്, ഞാൻ പല ബീച്ചുകളിലും പോയിട്ടുണ്ട്, എന്നാലും കളർ വൈസ് നോക്കുമ്പോൾ നല്ലൊരു രസമാണ് ആ ഷെയ്ഡ് കാണാൻ. എന്ന് പറയാം, ഒരു പ്രത്യേകത ഉള്ളതുപോലെ തോന്നും. അതുകൊണ്ട് ആയിരിക്കാം ഇവിടെ ഒത്തിരി ഫോട്ടോഷൂട്ടൊക്കെ നടക്കാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളത്തിൻ്റെ ആ ഡിഫറൻസ്. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. അത്ര വലിയ കാറ്റൊന്നുമില്ല കേട്ടോ, തിരമാല ഉള്ളത് കൊണ്ടായിരിക്കാം വലിയ കാറ്റൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ പോയി. തിരമാലകൾക്ക് കുറവ് തന്നെയായിരുന്നു, എന്നാലും കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ശരി, പ്ലാനൊക്കെ മാറ്റി നമ്മൾ നേരെ കന്യാകുമാരിയിലേക്ക് വിട്ടു. കാരണം അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ തന്നെ കന്യാകുമാരിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പാലമൊക്കെ നമ്മൾ ഇതിലേക്ക് പാലമായിരുന്നു സെറ്റിങ്ങോട്ട് അറിയില്ല, എനിക്ക് വലിയ ഇങ്ങോട്ട് വരണതിൽ. അപ്പോൾ കന്യാകുമാരി നമ്മുടെ എത്തിയിട്ടുണ്ട്. പാലമൊക്കെ കടന്ന് നേരെ കന്യാകുമാരിയിലേക്ക് വിട്ട്. കാരണം അവിടെ അത്ര രസമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ കന്യാകുമാരിയിലോട്ട് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കന്യാകുമാരിയിലിട്ട് വിട്ടത്. അപ്പോൾ കന്യാകുമാരി ഞങ്ങളിവിടെ പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും സംഭവം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, വേറൊരു ഭാഗത്തൂടെ വന്നാണ് പാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ ആ വേറൊരു ഭാഗത്തൂടെ വന്ന് പാർക്ക് ചെയ്ത് കന്യാകുമാരിയിലേക്ക് എത്തി. അവിടെ നിന്നാണ് ഞങ്ങൾ ആ ഒരു ദിവസം എൻജോയ് ചെയ്തത്. പക്ഷേ ലൂംബർ ബീച്ചിൽ വെച്ചാണ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ നേരെ കന്യാകുമാരിയിൽ വന്ന് ഐസ്ക്രീം നമുക്ക് കുറേ സ്ലൈഡൊക്കെ ഷോപ്പ് ചെയ്ത് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.